ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് മുടിയെ കളർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. കുറേ ദിവസമായിട്ട് കളർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് വന്നിരിക്കാൻ വേണ്ടി 2-3 ദിവസമായി. ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്ട്രീംസിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. 2 പ്രോഡക്റ്റ് കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് കളർ ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് മെട്രിക്സിൻ്റെ ഷാമ്പൂ. ഈ ഷാമ്പൂ ഉപയോഗിച്ചാണ് ഞാൻ തലമുടി വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുടിയെല്ലാം ഞാൻ ഡ്രയർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കളർ ചെയ്തിരുന്നത് ഉണ്ണീസാണ്. അവൾ ഒരു ബ്യൂട്ടീഷ്യനും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ്. അവളാണ് ഇത് നമുക്ക് ചെയ്തു തരുന്നത്. എനിക്ക് ഈ കളറിനെ പറ്റി, ഇതിൻ്റെ പ്രോഡക്റ്റിനെ പറ്റി വേറെ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. ഈ ഒരു ട്യൂബിൽ വരുന്നൊരു ക്രീമും പിന്നെ അതുപോലെ ഒരു ബോട്ടിലിൽ വരുന്ന ക്രീമുമാണ്. ഇത് രണ്ടും സെയിം ടു സെയിം അളവിലാണ് അവൾ ചേർക്കുന്നത്. പിന്നെ എനിക്ക് നല്ല രീതിയിൽ പനിയും തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് കേട്ടോ. അതിൻ്റേതായിട്ടൊരു സൗണ്ടിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അതിലുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ 2 ക്രീമും വരുന്നതും സെയിം ടു അനുപാതത്തിലാണ് ചേർക്കുന്നത്. ചേർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വരും കേട്ടോ. പിന്നെ വരുന്ന ഫോയിൽ പേപ്പറാണ്. അതൊരു റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ട ഇതുപോലെ പീസാക്കി മുറിച്ചെടുക്കണേ. നമുക്ക് ഈ കളർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുള്ളായിട്ട് കളർ അടിക്കണ്ട. എന്നോട് ചോദിച്ചു ഏതാ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കാണുന്ന രീതിയിൽ നിന്നാണ് പറഞ്ഞത്. അത് എന്താ അതിൻ്റെ പേര് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞത് ഹൈലൈറ്റാന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മുടി സെക്ഷൻ ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ മുടി എടുത്തിട്ട് ഈ വരുന്ന ഫോയിൽ പേപ്പർ അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയിട്ട് എന്നിട്ടാണ് നമുക്ക് മുടിയുടെ ലെങ്ത് വരുന്നതനുസരിച്ച് ആക്കി ചുരുട്ടി അതിനകത്ത് തന്നെ വെക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ പറഞ്ഞ മിക്സ് അതിലേക്ക് തേച്ച് വെക്കുവാണ്. നമ്മൾ ഈ പറയുന്ന 2 മിക്സ് കൂടെ ചേർത്തപ്പം വൈറ്റ് കളറായിരുന്നല്ലോ. ഇപ്പോൾ അത് ഒരു 5 മിനിറ്റിന് ശേഷം ആ വൈറ്റ് കളർ മാറി ഒരു നീല ബ്രൗൺ, ഒരു ഞാവൽപ്പഴത്തിൻ്റെ കളർ പോലത്തെ ഒരു കളറായേക്കും കേട്ടോ. ഈ ഒരു മിശ്രിതമാണ് തലയിലേക്ക് തേച്ച് തരുന്നത് കേട്ടോ. തലയിലേക്ക് തേക്കുമ്പോൾ ഓർക്കണം, തലയൊട്ടിയെ പറ്റാതെ വേണം അത് തേക്കാൻ വേണ്ടി. ഈ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ തന്നെ വെച്ചിട്ട് മിശ്രിതം മുഴുവനായിട്ട് കംപ്ലീറ്റ് തേച്ച് വെക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് അടയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. അടച്ച് വെക്കുകയാണ്. ഈ ഫ്രണ്ട് വശം ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഫ്രണ്ട് വശം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ചെയ്യുവാണ്. അവൾ നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനല്ല ക്യാമറമാൻ, നന്ദുവാണ് ക്യാമറമാൻ. നന്ദു അതിനെ ക്യാമറ മുഴുവൻ എടുത്തിട്ടുണ്ട്. എനിക്ക് തൊണ്ടയ്ക്ക് ശരിക്കും വയ്യായിരിക്കും, നല്ല രീതിയിൽ ചുമയും വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു വീഡിയോയുടെ ആദ്യമേ. ഇതുപോലെയാണ് അവൾ ചെയ്യുന്നത്. ചെയ്തിട്ട് ഈ ഫോയിൽ പേപ്പർ 2 വശത്തും ഇരിക്കുന്ന ഫോയിൽ പേപ്പർ 2 മടക്കി അതിൻ്റെ തൊട്ട് ചേർത്തിട്ട് താഴെ വശം അടച്ച് അത് ഒരു കവർ ചെയ്ത രീതിയിലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് പോലത്തെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ മുടിയൊക്കെ സ്മൂത്തനിങ് ചെയ്യുന്ന പോലത്തെ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണം വരും. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പോയി വെറും ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഷാമ്പൂ ഒന്നും വേണ്ട, ചുമ്മാ ഒന്ന് കഴുകിക്കൊണ്ട് വന്ന് വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് തന്നെ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? ഈ ഒരു കളറ് മഹാഗണി കളറാണ് വരുന്നത് കേട്ടോ. സൂപ്പറാണ് ചെയ്തപ്പോഴത്തേന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.